ഞാൻ പറയുന്നത് പൊതുവായ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡന്റിറ്റിയോ നിങ്ങളുടേതായ വിശ്വാസമോ പാടില്ല എന്ന ഒരു തരത്തിലുള്ള ഒരു കൾച്ചറൽ ഫാസിസാണ് താങ്കൾ അറിയാം. താങ്കളുടെ വാക്കുകളിൽ വരുന്നത് താങ്കൾ ഒരു ഫാസിസ്റ്റ് ആയതുകൊണ്ടല്ല. പക്ഷേ ഇവിടെയുള്ള ഒരു ലിബറൽ ഫാസിസാണ് താങ്കളുടെ വാക്കുകൾ അടക്കം വരുന്നത്. ലിബറൽ ഒരിക്കലും ഫാസിസം അല്ല. ആ രണ്ട് വാക്കുകൾ ചേർത്ത് വെക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ഒരു കുട്ടിയോട് പറയാ ബീഫ് കഴിക്കരുത്, അരുത് എന്ന് കഴിച്ചിരിക്കണം എന്നൊരു ഫാസിസം ഇവിടെ ഉണ്ടാവുകയാണ്. ബീഫ് കഴിക്കരുത്, കഴിച്ചിരിക്കണം എന്നൊരു ഫാസിസം ഉണ്ടാവുകയാണ്. നിർബന്ധിക്കുമ്പോഴാണ് നിങ്ങൾ സുംബ കളിക്കരുത്. സ്കൂളിൽ സുംബ ഉണ്ടെങ്കിൽ കളിച്ചിരിക്കണം എന്ന് പറയുന്നത്, കളിച്ചിരിക്കണം എന്ന് പറയുന്നതോ, കളിച്ചിരിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നത് പറയുമ്പോഴാണ് എവിടെയാണ് കളിക്കരുത് എന്ന് പറയുന്നത്. കളിച്ചിരിക്കണം നിർബന്ധമാണെന്ന് പറയുന്നത് ഫാസിസം. കളിച്ചിരിക്കണം എവിടെ പറഞ്ഞു? അല്ല, ഫാസിസമാണോ? കളിച്ചിരിക്കണം ഫാസിസമാണോ? കളിച്ചിരിക്കണം എന്ന് എവിടെ പറഞ്ഞത്? അല്ല, ഫാസിസാണോ? അതൊന്നും പറയാണ് ശാസനം ഉള്ളത്. അല്ല, ഒറ്റ ചോദ്യമാണ്, വളരെ സിമ്പിൾ ഒറ്റ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ അനുവാദം തരണം. നിർബന്ധമായി നിങ്ങൾ കളിച്ചിരിക്കണം, സൂംബ കളിച്ചിരിക്കണം, ബീഫ് കഴിച്ചിരിക്കണം എന്ന് പറയുന്നത് ഫാസിസാണോ? അല്ലേ? ആണെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞത് ഫാസിസാണ്. ശിവൻകുട്ടി പറഞ്ഞത് എല്ലാ കുട്ടികളും, താങ്കൾ പറഞ്ഞതനുസരിച്ച് ശിവൻകുട്ടി പറഞ്ഞത് ഫാസിസം. ലിബറൽ ഫാസിസത്തിന്റെ ഉദാഹരണം താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞു, നിർബന്ധമാണെന്ന് പറയുന്നത് ഫാസിസാണ്. ശിവൻകുട്ടി പറയുന്നത് നിർബന്ധമാണ്. അവിടെയാണ് ഫാസിസം. അതായത് താല്പര്യമില്ലാത്തവരിൽ അക്ഷരം അഭ്യസിച്ചിരിക്കണം എന്ന് പറയുന്ന ഫാസിസമാണോ? അല്ല, അതുപോലെയാണ് സൂംബ എന്നാണ് താങ്കൾ പറയുന്നത്. ഫിസിക്സ് പഠിക്കുന്നത് പോലെ, കെമിസ്ട്രി പഠിക്കുന്നത് പോലെയാണോ സൂംബ? ആണല്ലേ? അരുത് എന്ന് പറയുന്നത് ഫാസിസമാണ്. നിർബന്ധമാണെന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് അല്ലല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ തരികയാണ്. നിർബന്ധമാണെന്നാണ് കളിക്കാനുള്ള ഇഷ്ടത്തെ നിങ്ങൾ അരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നിടത്താണ്. അല്ല, നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. ബീഫ് കഴിക്കാനുള്ള നിർബന്ധമാണെന്നാണ് ഫാസിസത്തെ കുറിച്ച് എന്താ പറയുക? ഞാൻ ഈ പോയിന്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ. നിർബന്ധമാണ് തന്നെയാണ് പറഞ്ഞത്. അത് പിന്നെ എതിർപ്പുകൾ മുഖേന പിന്നെ ചില പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ എന്താവും നമുക്കറിയില്ല. നിർബന്ധമാണ് തന്നെയാണ് പറഞ്ഞത്. ഓരോ കുട്ടിയും അതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. രക്ഷിതാവിന് ചോയ്സ് ഇല്ല എന്നുള്ളതാണ് ശിവൻകുട്ടിയുടെ പോസ്റ്റ്.